ഇന്നത്തെ ഗണിത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 10ാം ക്ലാസ്സിലെ 8ാമത്തെ ചാപ്റ്ററിലെ 9ാമത്തെ വീഡിയോയിലേക്കാണ് പോകുന്നത്. സർക്കിൾസ് ടച്ചിങ് എ ലൈൻ എന്നാണ് ഇന്നത്തെ ടോപ്പിക്ക്. അതായത് ലൈനെ ടച്ച് ചെയ്യുന്ന സർക്കിളിന്റെ പ്രോപ്പർട്ടി. ഇപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഒരു ലൈനെ ടച്ച് ചെയ്യുന്ന സർക്കിൾസിനാണ്. ഒരു ലൈനെ ടച്ച് ചെയ്യുന്ന എത്ര സർക്കിൾ വരയ്ക്കാൻ പറ്റും? ഇഷ്ടംപോലെ സർക്കിൾ വരയ്ക്കാം. കണ്ടോ, ഈ ഒരു പോയിന്റിലൂടെ കടന്നു പോകുന്ന അനേകം സർക്കിൾ, ഒരു പോയിന്റിൽ മാത്രം ഈ ലൈനെ ടച്ച് ചെയ്യുന്ന അനേകം സർക്കിൾ വരയ്ക്കാം. ആ സർക്കിളിൻ്റെയൊക്കെ സെന്റർ ഇങ്ങനെ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു നോക്കിയേ, ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ടൊരു ലൈന്, കാരണം റേഡിയസ് പെർപെൻഡിക്കുലർ ടു ടാൻജന്റ് ആണല്ലോ. അപ്പോൾ ഇത് ഇതിന് പെർപെൻഡിക്കുലർ ആണ്, ഇത് ഓരോന്നും ഇതിന് പെർപെൻഡിക്കുലർ ആണ്. അപ്പോൾ ഈ ലൈനെ ടച്ച് ചെയ്യുന്ന ഒരു പോയിന്റിൽ ടച്ച് ചെയ്യുന്ന സർക്കിൾസ് എല്ലാം വരച്ചു കഴിഞ്ഞാൽ ആ സർക്കിൾസിൻ്റെ ഒക്കെ സെന്റർ ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ആ പോയിന്റിലൂടെയുള്ള ലൈനായിരിക്കും വരിക. ഓക്കെ, ഇനി രണ്ട് ലൈൻസിനെ ടച്ച് ചെയ്യുന്ന സർക്കിൾ ആയാലോ, ഇതുപോലെ സർക്കിൾസ് ടച്ചിങ് ടു ലൈൻസ് വി ക്യാൻ ഡ്രോ. അവിടെയും മെനി സർക്കിൾസ് വരയ്ക്കാം. കണ്ടോ, ഈ രണ്ട് ലൈൻസിനെ, അതായത് പാരലൽ അല്ലാത്ത രണ്ട് ലൈൻസിനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പാരലൽ അല്ലാത്ത രണ്ട് ലൈൻ എന്ന് പറഞ്ഞാൽ ആംഗിള്, ഈ ആംഗിളിന്റെ സൈഡ്സിനെ ടച്ച് ചെയ്യുന്ന അനേകം സർക്കിൾസ് വരയ്ക്കാം. കേട്ടോ, ഡിഫറെന്റ് സൈസിലുള്ള പല സർക്കിൾസ് വരയ്ക്കാം. അതിന്റെ എല്ലാം സെന്റർ എടുത്ത് നോക്കിയേ, അതെല്ലാം കൂടി ജോയിൻ ചെയ്താൽ കിട്ടുന്ന ലൈൻ ഒരു പ്രത്യേകതയുണ്ട്. വി ക്യാൻ ഡ്രോ മെനി സർക്കിൾസ് ടച്ചിങ് ടു ലൈൻസ്. The centers of these circles lie on the angle bisector. ഈ ലൈൻ ഈ ആംഗിളിന്റെ ബൈസെക്ടറിലായിരിക്കും ലൈ ചെയ്യുന്നത്. The centers of this circle lie on the angle bisector of this line. അത് നമുക്ക് പ്രൂവ് ചെയ്യാം. നോക്കിയേ, ഇവിടെ ഒരു സർക്കിള്, അതിലേക്ക് രണ്ട് ടാൻജന്റ് വരച്ചിരിക്കുന്നു. അപ്പോൾ ഇത് റേഡിയസ് അങ്ങോട്ട് വരയ്ക്കുക. റേഡിയസ് വരച്ചു കഴിയുമ്പോൾ ഈ രണ്ട് ട്രയാങ്കിളും നമ്മൾ നേരത്തെ പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. ഈ രണ്ട് ട്രയാങ്കിളും എങ്ങനെയാണ്? ഇവിടെ 90 ആണ്, 90യുടെ ഓപ്പോസിറ്റ് ഹൈപ്പോട്ടന്യൂസ് രണ്ടിന് സെയിം ആണ്, റേഡിയസ് രണ്ടിന് ഈക്വൽ ആണ്. അപ്പോൾ ഈ രണ്ട് ട്രയാങ്കിൾ ഈക്വൽ ആണ്. രണ്ട് ട്രയാങ്കിളും ഈക്വൽ ആണെങ്കിൽ ഈ ലൈൻ അല്ലെ, ഈ രണ്ടാങ്കിൾ ഈക്വൽ വരുമല്ലോ, കാരണം ഈക്വൽ സൈഡ്സിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഈ രണ്ട് ആംഗിൾ, അതായത് ആംഗിൾ ബി പി ഒ ഈക്വൽ ടു ആംഗിൾ എ പി ഒ ആവും. അതായത് പി ഒ ഈസ് ദി ആംഗിൾ ബൈസെക്ടർ. അപ്പോൾ ഈ ടാൻജന്റിന്റെ ബൈസെക്ടർ ആയിരിക്കും ഈ സർക്കിളിന്റെ സെന്റർ വരിക. അപ്പോൾ പി ഒ ഈസ് ദി ആംഗിൾ ബൈസെക്ടർ. അതായത് ഈ സർക്കിളിന്റെ എല്ലാ സെന്റർ ഈ ആംഗിളിന്റെ ബൈസെക്ടറിലായിരിക്കും. അപ്പോൾ എ ഈക്വൽ ടു ബി 90 ഡിഗ്രി, ഒ പി ഈസ് കോമൺ, ഒ എ ഈക്വൽ ടു ഒ ബി റേഡിയൈ. So triangle POA and triangle POB are equal. So BPO equal to APO. ഇപ്പോൾ പറഞ്ഞ കാര്യമാണ്, APOയും BPOയും ഈക്വൽ ആണ്. ആംഗിൾസ് ഈക്വൽ ആയി, ആംഗിൾസ് ഈക്വൽ ആണെന്ന് പറഞ്ഞാൽ PO is the ആംഗിൾ ബൈസെക്ടർ. അപ്പോൾ സർക്കിൾ രണ്ട് ലൈനെ ടച്ച് ചെയ്യുന്ന സർക്കിളിന്റെ സെന്ററും എപ്പോഴും ആ രണ്ട് ലൈനും ജോയിൻ ചെയ്യുന്ന ആംഗിളിന്റെ ബൈസെക്ടറിലായിരിക്കും, ആംഗിൾ ബൈസെക്ടറിലായിരിക്കും. അപ്പോൾ രണ്ട് ലൈനെ ടച്ച് ചെയ്യുന്ന അനേകം സർക്കിൾ വരയ്ക്കാം, ഒരു ലൈനെ ടച്ച് ചെയ്യുന്ന അനേകം സർക്കിൾസ് വരയ്ക്കാം. രണ്ട് ലൈനെ ടച്ച് ചെയ്യുന്ന സർക്കിൾസിന്റെ ഒക്കെ സെന്റർ വരച്ചു കഴിഞ്ഞാൽ അത് ആംഗിൾ ബൈസെക്ടർ ആയിട്ട് വരും. ക്ലിയർ അല്ലേ? ഓക്കെ, സർക്കിൾസ് ടച്ചിങ് 3 ലൈൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 3 ലൈൻസ്, പാരലൽ അല്ലാത്ത 3 ലൈൻസ് വരച്ചാൽ എങ്ങനെ വരിക? ഇതുപോലെ ഒരു ട്രയാങ്കിൾ ആയിട്ട് വരും അല്ലേ. 3 ലൈൻസ് ഇങ്ങനെ ഇന്റർസെക്റ്റ് ചെയ്യുമ്പോൾ ഒരു ട്രയാങ്കിൾ കിട്ടും. അപ്പോൾ ഈ 3 ലൈൻസിനെയും ടച്ച് ചെയ്യുന്ന സർക്കിൾസിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഈ രണ്ട് ലൈൻസിനെ ടച്ച് ചെയ്യുന്ന സർക്കിൾസിന്റെ ഒക്കെ സെന്റർ ഈ ആംഗിളിന്റെ ബൈസെക്ടറിലായിരിക്കും അല്ലേ. ഈ ആംഗിളിന്റെ ബൈസെക്ടറിൽ ഏത് പോയിന്റ് എടുത്ത് സർക്കിൾ വരച്ചാലും ഈ രണ്ട് ലൈനിന് ടച്ച് ചെയ്ത സർക്കിൾ വരയ്ക്കാൻ പറ്റും. അതുപോലെ ഈ രണ്ട് ലൈനിൽ ടച്ച് ചെയ്ത സർക്കിൾസിന്റെ ഒക്കെ സെന്ററോ ഈ ആംഗിളിന്റെ ബൈസെക്ടറിലായിരിക്കും. ഓക്കെ, ആംഗിൾ ബൈസെക്ടർ വരയ്ക്കാൻ അറിയാലോ. നമ്മൾ എന്ത് ചെയ്യാം, ഒരു ഇഷ്ടമുള്ള അളവിൽ ഒരു ആർക്ക് വരയ്ക്കും. ഇവിടെ കുത്തിയിട്ട് അതേ അളവിൽ ഇവിടെ ആർക്ക് വരയ്ക്കും, ഇവിടെ കുത്തി അതേ അളവിൽ ആർക്ക് വരയ്ക്കും. ഈ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷനിലൂടെ ലൈൻ വരയ്ക്കും. അതുപോലെ ഇവിടെ എങ്ങനെയാണ്, ഇഷ്ടമുള്ള അളവിൽ ഒരു ആർക്ക് വരയ്ക്കും. ഇവിടെ നിന്ന് ഇഷ്ടമുള്ള അളവിൽ ഒരു ആർക്ക്, അതേ അളവിൽ ഇവിടുന്ന് ഒരു ആർക്ക്, രണ്ട് ഇന്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റും ഈ വെർട്ടെക്സും തമ്മിൽ കൂട്ടി വരയ്ക്കും. അതുപോലെ മൂന്നാമത്തെ ആംഗിളിൽ വരച്ചാലോ, അതും അങ്ങനെ തന്നെ. മൂന്നാമത്തെ ആംഗിളിന്റെ വരച്ചാലും കേട്ടോ, ഈ രണ്ട് ലൈൻസിനെ ടച്ച് ചെയ്യുന്ന സർക്കിൾസിന്റെ സെന്റർ അല്ലേ, എല്ലാം ഇതിന്റെ ആംഗിൾ ബൈസെക്ടർ ആയിരിക്കും. അപ്പൊ ഈ 3 ലൈനെ ടച്ച് ചെയ്യുന്ന സർക്കിളിന്റെ സെന്റർ ആയിട്ട് ഒരെണ്ണം വന്നിട്ടുണ്ട്, കണ്ടില്ലേ ഈ പോയിന്റ്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഒരു ട്രയാങ്കിളിന്റെ 3 ആംഗിളിന്റെയും ബൈസെക്ടേഴ്സ് ഒരു പോയിന്റിലൂടെ കടന്നു പോകും. ബൈസെക്ടേഴ്സ് ഓഫ് ഓൾ ദി ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ ഇന്റർസെക്ട് അറ്റ് എ സിംഗിൾ പോയിന്റ്. ആ പോയിന്റ് ആയിരിക്കും ഈ 3 ലൈനെയും ടച്ച് ചെയ്യുന്ന സർക്കിളിന്റെ സെന്റർ. അപ്പോൾ ഇത് സെന്റർ ആക്കി നമുക്ക് ഇതുപോലെ 3 ലൈനെ ടച്ച് ചെയ്യുന്ന ഒരു സർക്കിൾ വരയ്ക്കും.
അപ്പോൾ 3 ലൈനെ ടച്ച് ചെയ്യുന്ന എത്ര സർക്കിൾ വരയ്ക്കാം? ഒരു സർക്കിൾ വരയ്ക്കാവുള്ളൂ. 2 ലൈനെ ടച്ച് ചെയ്യുന്ന അനേകം സർക്കിൾ വരയ്ക്കായിരുന്നു. 1 ലൈനെ ടച്ച് ചെയ്യുന്ന അനേകം സർക്കിൾ വരയ്ക്കായിരുന്നു. 3 ലൈനെ ടച്ച് ചെയ്യുന്ന ഒരു സർക്കിൾ മാത്രമേ വരയ്ക്കാൻ പറ്റുള്ളൂ. ആ സർക്കിളിന്റെ സെന്റർ ഈ 3 ആംഗിളിന്റെയും ബൈസെക്ടർ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ആണ്. അപ്പോൾ ഇതിന് ഇൻ സർക്കിൾ എന്നാ പറയുക, ഈ ട്രയാംഗിളിന്റെ ഇൻ സർക്കിൾ. ഓക്കെ, അപ്പോൾ we can draw only one circle touching 3 lines. This circle is called the in circle of the triangle formed by these lines. The center of the circle is called in center. ഈ center എന്ന് പറയുന്നത് in center. And the radius of the circle in radius എന്ന് പറയും. അപ്പോൾ ആംഗിൾ ബൈസെക്ടേഴ്സ് ഓഫ് ഓൾ ദി ആംഗിൾസ് ഓഫ് എ ട്രയാംഗിൾ ഇന്റർസെക്ട് അറ്റ് എ സിംഗിൾ പോയിന്റ് നമ്മളിവിടെ കണ്ടു. അപ്പം ഒരു ട്രയാംഗിൾ വന്നു കഴിഞ്ഞാൽ ഡ്രോ എ ട്രയാംഗിൾ വിത്ത് സൈഡ് 7 സെന്റിമീറ്റർ 8 സെന്റിമീറ്റർ 9 സെന്റിമീറ്റർ ആൻഡ് ഡ്രോ ഇറ്റ്സ് ഇൻ സർക്കിൾ. ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻ ആണ്. ഒരു ട്രയാംഗിളിന് 3 സൈഡ് തന്നിട്ടുണ്ട്. ട്രയാംഗിൾ വരച്ചിട്ട് അതിന്റെ ഇൻ സർക്കിൾ വരയ്ക്കണം. അപ്പോൾ ട്രയാംഗിൾ നമുക്ക് സാധാരണ പോലെ വരയ്ക്കാം. ആദ്യം ഒരു സൈഡ് വരച്ച് 9 സെന്റിമീറ്റർ, പിന്നെ ഒരെണ്ണം 8 അല്ലേ, ഇവിടെ നിന്ന് 8 സെന്റിമീറ്റർ ഒരു ആർക്ക് കട്ട് ചെയ്തു, അവിടെ നിന്ന് 7 സെന്റിമീറ്റർ കോമ്പസ് ഉപയോഗിച്ച് ഒരു ആർക്ക് കട്ട് ചെയ്തു, പോയിന്റ് കിട്ടി. അപ്പോൾ ദിസ് ഈസ് ദി റിക്വയർഡ് ട്രയാംഗിൾ. ഇനി എന്ത് ചെയ്യണം? ഇതിന്റെ ആംഗിൾ ഇൻ സെന്റർ കണ്ടുപിടിക്കണം അല്ലേ? സെന്റർ വേണമല്ലോ സർക്കിൾ വരയ്ക്കണമെങ്കിൽ. അപ്പോൾ 3 സൈഡ്സിനെ ടച്ച് ചെയ്യുന്ന സർക്കിൾ ഇൻ സർക്കിൾ ആണ് വരയ്ക്കേണ്ടത്. അപ്പോൾ ഇൻ സർക്കിൾ വരയ്ക്കണമെങ്കിൽ ഇൻ സെന്റർ വേണം. ഇൻ സെന്റർ വേണമെങ്കിൽ എവിടെയാണ് ഇൻ സെന്റർ? ആംഗിൾ ബൈസെക്ടറിലായിരിക്കും. അപ്പോൾ ഒരു ആംഗിളിന്റെ ബൈസെക്ടർ വരയ്ക്കാതെ ഇവിടെ കുത്തിയിട്ട് ഇഷ്ടമുള്ള അളവിൽ ആർക്ക് വരച്ചു, ഇവിടെ നിന്ന് ഒരളവിൽ ഒരു ആർക്ക് വരച്ചു, അതേ അളവിൽ കൊടുത്ത് വരയ്ക്കും. ഇവിടെ നിന്ന് എടുക്കുന്ന ഈ ലെങ്തും ഈ ലെങ്ത് ഈക്വൽ വരണം. അതുപോലെ ഇഷ്ടമുള്ള അളവിൽ ഒരു ആർക്ക് വരയ്ക്കുക. ഇവിടെ നിന്നുള്ള ലെങ്തും ഇവിടെ നിന്നുള്ള ലെങ്തും ഈക്വൽ വരത്തക്കൽ 2 ആർക്ക് കൂട്ടിമുട്ടുന്ന പോയിന്റുകൾ ജോയിൻ ചെയ്ത് കണ്ടോ, കൂട്ടിമുട്ടിയ പോയിന്റ് സെന്റർ ആയിരിക്കും. കാരണം മൂന്നാമത്തേതിന്റെ വരയ്ക്കണമെന്നില്ല. 2 വരച്ചപ്പോൾ തന്നെ പോയിന്റ് കിട്ടിയല്ലോ. കാരണം മൂന്നാമത്തെ ആംഗിൾ ബൈസെക്ടർ വരച്ച ആ പോയിന്റ് കിട്ടുന്ന തന്നെ കടന്നു പോകും. അപ്പോൾ ഇൻ സെന്റർ കണ്ടുപിടിക്കാൻ ചെയ്താൽ മതി. ആ പോയിന്റ് തന്നെ 2 ആംഗിൾ ബൈസെക്ടർ വരച്ചു. അപ്പോൾ 2 ആംഗിളിന്റെ ബൈസെക്ടർ വരച്ചു, ആ കൂട്ടിമുട്ടുന്ന പോയിന്റ് സെന്റർ ആക്കി. ഇനി എന്ത് ചെയ്യണം? ഇതിന്റെ റേഡിയസ് എന്ന് പറയുന്നത് ഇത് ടാൻജന്റ് ആയിട്ട് വരണ്ടേ? ഈ സർക്കിൾ വരച്ചിരിക്കുന്നത് ഈ സർക്കിളിന്റെ ടാൻജന്റ് ആണിത്. അപ്പൊ റേഡിയസ് ടാൻജന്റ് പെർപെൻഡിക്കുലർ അല്ലേ? അപ്പൊ ഈ ലൈനിലേക്ക് ഇവിടെ നിന്ന് ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കുക. ആ പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കാൻ നമ്മൾ ചെയ്യുന്നത് കോമ്പസ് എടുത്ത് ഇവിടെ കുത്തി ഒരു ആർക്ക് വരയ്ക്കുക. അപ്പൊ 2 പോയിന്റ് ഈ പോയിന്റ് ഇക്വിഡിസ്റ്റന്റ് ആയിട്ട് കിട്ടി. ഇവിടെ കുത്തി ഇഷ്ടമുള്ള അളവിൽ ഒരു ആർക്ക് വരയ്ക്കുക, അതേ അളവിലോട്ട് വരയ്ക്കുക, പെർപെൻഡിക്കുലർ കിട്ടും. അപ്പൊ ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് കൃത്യമായിട്ട് കിട്ടാൻ വേണ്ടിയാണ് പെർപെൻഡിക്കുലർ വരയ്ക്കുന്നത്. അപ്പൊ ഈ ഡിസ്റ്റൻസ് ഇങ്ങനെ മെഷർ ചെയ്തു, അതിനുശേഷം ഇവിടെ കുത്തി കോമ്പസ് ഉപയോഗിച്ച് റേഡിയസ് എടുത്ത് സർക്കിൾ വരയ്ക്കുക. അപ്പോൾ അതേ കണ്ടോ, ഇൻ സർക്കിൾ കിട്ടി. ക്ലിയർ ആയി പറഞ്ഞത്? അപ്പോൾ 3 സൈഡും തന്നു, ട്രയാംഗിൾ വരച്ചു, ട്രയാംഗിൾ ഇൻ സർക്കിൾ വരച്ചു. അപ്പോൾ ഇൻ സർക്കിൾ വരയ്ക്കാൻ ആംഗിൾ ഏതെങ്കിലും 2 ആംഗിളിന്റെ ബൈസെക്ടർ വരയ്ക്കുക, ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് സെന്റർ ആക്കി ഇൻ സർക്കിൾ വരയ്ക്കുക. ക്ലിയർ ആയി പറഞ്ഞത്? ഓക്കെ. Draw the rhombus with given length of sides 5 cm and one angle 50 degree and draw its in circle. ഒരു റോംബസിന്റെ ഇൻ സർക്കിൾ വരയ്ക്കാൻ പറഞ്ഞേക്കണം. അപ്പോൾ ഒരു സൈഡ് 5 സെന്റിമീറ്റർ ആണ്, 5 സെന്റിമീറ്റർ വരച്ചു. ഒരു ആംഗിൾ 50 ആണ്. അപ്പോൾ ട്രാക്ട് വെച്ച് 50 ഡിഗ്രിയിൽ അടുത്ത സൈഡ് വരച്ചു, അതിൽ 5 സെന്റിമീറ്റർ മാർക്ക് ചെയ്യുക. ഇനി എന്ത് ചെയ്യുക? ഇവിടെ കുത്തി ഒരു ആർക്ക് വരയ്ക്കുക, ഇവിടെ കുത്തി, അതായത് ഈ ലെങ്തിൽ 5 സെന്റിമീറ്റർ, ഈ ലെങ്ത് ആണ് എല്ലാം. അപ്പോൾ എല്ലാം കോമ്പസിന് ചെയ്താൽ മതി. ഈ മെഷർ എടുത്തിട്ട് ഇവിടെ നിന്ന് ഒരു ആർക്ക് വരച്ചു, അതേ അളവിൽ വരയ്ക്കുക. അപ്പോൾ എല്ലാ സൈഡും 5 സെന്റിമീറ്റർ ആയിട്ടുള്ള റോംബസ് ആയി. ക്ലിയർ ആയ പറഞ്ഞത്? അപ്പോൾ ഈ 4 സൈഡ്സും ഈക്വൽ ആണ്, 5 സെന്റിമീറ്റർ ഇതാണ്. ഇതിന്റെ 4 സൈഡ്സിനെ ടച്ച് ചെയ്യുന്ന സർക്കിൾ, അതാണ് ഇൻ സർക്കിൾ. അപ്പോൾ ഇവിടെ ഒരു എളുപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ആംഗിൾ ബൈസെക്ടർ, ഇതിന്റെ ഈ 2 സൈഡ്സിനെ ടച്ച് ചെയ്ത സർക്കിൾസിന്റെ സെന്റർ ഇതിന്റെ ആംഗിൾ ബൈസെക്ടറിലായിരിക്കും. ഈ 2 സൈഡ്സിനെ ടച്ച് ചെയ്ത സർക്കിൾസിന്റെ സെന്ററിൽ ഇതിന്റെ ആംഗിൾ ബൈസെക്ടറിലായിരിക്കും. 2 ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റാണ് ഇതിന്റെ ഇൻ സെന്റർ. പക്ഷെ റോംബസിന്റെ കേസിൽ റോംബസിന്റെ ആംഗിൾ ബൈസെക്ടർ എന്ന് പറഞ്ഞാൽ ഡയഗണൽ തന്നെ ആംഗിൾ ബൈസെക്ടറാണ്. ആ റോംബസിന്റെ ഡയഗണൽ അതിന്റെ ആംഗിൾ ബൈസെക്ടർ ആയതുകൊണ്ട് ഡയഗണൽ അങ്ങ് വരച്ചാൽ മതി. അപ്പോൾ 2 ഡയഗണലും വരച്ച് ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ആണ് റോംബസിന്റെ ഇൻ സെന്റർ. അവിടെ ആംഗിൾ ബൈസെക്ടർ പ്രത്യേകം വരയ്ക്കേണ്ട. എന്ത് ചെയ്താൽ റോംബസ് വരച്ചിട്ട് ഓപ്പോസിറ്റ് വെർട്ടെക്സ് ജോയിൻ ചെയ്യുക. കാരണം ഈ ഡയഗണൽ ഈ 2 ആംഗിളിന്റെയും ബൈസെക്ടർ ആണ് എന്ന് പറഞ്ഞാൽ ഇത് 25 ആയിരിക്കും, ഇത് 25 ആയിരിക്കും, ഇത് 25 ആയിരിക്കും, ഇത് 25 ആയിരിക്കും. അതുപോലെ ഈ 2 ആംഗിൾ ഈക്വൽ ആണ്, ഈ 2 ആംഗിൾ ഈക്വൽ ആണ്. അപ്പോൾ ഡയഗണൽസ് ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് സെന്റർ ആക്കി ഇനി സർക്കിൾ വരയ്ക്കണം. സർക്കിൾ വരയ്ക്കാൻ റേഡിയസ് വേണ്ടേ? അപ്പോൾ താഴേക്ക് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എടുക്കുക. അപ്പോൾ പെർപെൻഡിക്കുലർ വരയ്ക്കാൻ ഇവിടെ നിന്ന് ഇഷ്ടമുള്ള അളവിൽ ഒരു ആർക്ക് വരച്ചു. ഇപ്പോൾ 2 പോയിന്റ് കിട്ടി. ഇവിടെ കുത്തി ഇഷ്ടമുള്ള അളവിൽ ആർക്ക്, അതേ അളവിലുള്ള ആർക്ക് ഇത് കുട്ടി വരയ്ക്കുന്നു. നമുക്ക് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ ഈ ഡിസ്റ്റൻസ് എടുത്തിട്ട് സർക്കിൾ വരയ്ക്കുക. അപ്പോൾ സർക്കിൾ ഇതുപോലെ ഒരു സർക്കിൾ കിട്ടും. അപ്പോൾ ഇൻ സർക്കിൾ എന്ന് പറഞ്ഞാൽ 3-4 സൈഡിൽ ടച്ച് ചെയ്ത സർക്കിളാണ്. ക്ലിയർ ആയ പറഞ്ഞത്?
ടെക്സ്റ്റ് ബുക്കിലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഡ്രോ ആൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആൻഡ് ഡ്രോ എ സെമി സർക്കിൾ ടച്ചിങ് 2 ഓഫ് ഇറ്റ് സൈഡ്സ് ആസ് ഇൻ ദി ഫിഗർ. ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ വരച്ചിട്ട് രണ്ട് സൈഡ്സിനെ ടച്ച് ചെയ്യുന്ന ഒരു സെമി സർക്കിൾ വരയ്ക്കാനാണ് പറയുന്നത്. സൈഡ്സിന്റെ ലെങ്ത് തന്നിട്ടില്ല, നമുക്ക് ഇഷ്ടമുള്ള ലെങ്ത് എടുക്കാം. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഒരു ഈക്വലായിട്ട് വരച്ചു, ഇഷ്ടമുള്ള അളവിലാണ് വരച്ചിരിക്കുന്നത്. ഒരു ഈ ഡിസ്റ്റൻസ് തന്നെ, ഈ ഡിസ്റ്റൻസും ആ ഡിസ്റ്റൻസും ഈക്വൽ ആയിട്ട് വരണം. 3 ഡിസ്റ്റൻസ് ഈക്വൽ ആയിട്ട് വരുന്ന ഒരു ഈക്വലായിട്ട് ട്രയാങ്കിൾ വരച്ചു. ഇനി ഇതിന്റെ സെന്റർ എവിടെ ആയിരിക്കും? സെന്റർ ഇതിന്റെ മിഡ് പോയിന്റ് ആയിരിക്കും. അപ്പോൾ മിഡ് പോയിന്റ് കാണാൻ എന്ത് ചെയ്യണം? നമ്മൾ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചാൽ മതി. ഇവിടെ കുത്തിയ ഒരു ആർക്ക് വരയ്ക്കുക, അതേ അളവിലൂടെ ഒന്ന് വരയ്ക്കുക. ഇവിടെ ഈ രണ്ട് ഡിസ്റ്റൻസ് ഈക്വൽ ആയതുകൊണ്ട് ഈ പോയിന്റ് എടുത്താൽ മതി. അപ്പോൾ ഈ വെർട്ടെക്സിൽ നിന്ന് ഇങ്ങോട്ട് ജോയിൻ ചെയ്യുക, പെർപെൻഡിക്കുലർ ബൈസെക്ടർ കിട്ടി. അപ്പോൾ ഇതാണ് സെന്റർ ഓഫ് ദി സർക്കിൾ. ഇനി എന്ത് ചെയ്യണം? ഇത് ഈ രണ്ട് സൈഡ്സിനെ ടച്ച് ചെയ്യുന്നു. അപ്പോൾ സൈഡ്സിനെ ടച്ച് ചെയ്യുന്ന പോയിന്റിലേക്ക് പെർപെൻഡിക്കുലർ ആയിരിക്കുമല്ലോ റേഡിയസ്. അപ്പോൾ ഇവിടെ നിന്നുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എടുക്കാം, പെർപെൻഡിക്കുലർ വരയ്ക്കുക. അത് എവിടെ കുത്തിയിട്ട് ഈ അളവിൽ ഒരാർക്കും വരച്ചാൽ മതി. അപ്പോൾ അത് ഈ 2 പോയിന്റ് കിട്ടി. ഇതിൽ ഇവിടെ കുത്തിയ ആർക്ക് വരയ്ക്കുക, അതേ അളവിൽ ഇവിടെ നിന്ന് വരയ്ക്കുക. അപ്പോൾ ഈ പോയിന്റ് കിട്ടി, കുട്ടി വരയ്ക്കുക, പെർപെൻഡിക്കുലർ കിട്ടി. അപ്പോൾ ഇത് റേഡിയസ് ആയിട്ട് ഇത് സെന്റർ ആയിട്ട് സർക്കിൾ വരയ്ക്കുക. അപ്പോൾ ഈ ഫിഗർ കൃത്യ അളവിൽ കിട്ടി. ക്ലിയർ ആയ പറഞ്ഞത്? അപ്പോൾ ടെക്സ്റ്റ് ബുക്കിലെ 3 പ്രോബ്ലംസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇൻ സർക്കിൾ വരയ്ക്കാനുള്ള ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്ക് ഷുവറായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. അപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.